തൈരും മോരും നമ്മളത് ഉണ്ടാക്കുന്നൊരു വിധം ആദ്യം മനസ്സിലാക്കണമല്ലോ. നമ്മൾ പാല് തിളപ്പിച്ച് അതിലേക്ക് അല്പം മോരൊഴിച്ച് പിറ്റേ ദിവസം രാവിലെ അത് തൈരായി കഴിയുമ്പോൾ കടഞ്ഞ് വെണ്ണ മാറ്റി എടുക്കേണ്ടതാണ് മോരെന്ന് പറയുന്നത്. അധികം പുളിക്കാതെ ഉള്ളതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വിധിയുള്ളത്. അതെന്താ വെച്ചാൽ പെട്ടെന്ന് ദഹിക്കുന്നതാണ്, ലഘുവാണെന്നാണ് പറയുന്നത്. അധികം പുളിയില്ല, ഡൈജഷനെ സഹായിക്കുന്നതാണ്. നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനം എപ്പോഴും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കണം. തൈര് വരുമ്പോൾ നമുക്കറിയാം വെണ്ണ മാറ്റാതെ ഇരിക്കുന്ന ഒരു സാധനം ആകുമ്പോൾ അതിനകത്ത് കൊഴുപ്പ് കൂടുതലുള്ളതാണ്, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഒരു ധാരണ ആൾക്കാരില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ തൈര് ചൂടാണ് എന്നുള്ളതാണ്. തൈര് എല്ലാവരും തണുപ്പാണെന്ന് വിചാരിച്ച് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് വേറൊരു വശമുണ്ട്. നിങ്ങളിപ്പോൾ കുറേ നാളായിട്ട് നിങ്ങളുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് പ്രശ്നം ഉണ്ടാക്കാറുണ്ടാവില്ല. പക്ഷേ പലപ്പോഴും നമുക്ക് ചില കേസുകളിൽ പ്രത്യേകിച്ച് സ്കിന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിനകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും തൈര് കഴിക്കുന്ന സമയത്ത് അത് കൂടുന്നതായിട്ട്. ചിലർക്ക് മിൽക്ക് പ്രോഡക്ട്സിൽ എല്ലാത്തിനും പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ തൈര് സ്പെസിഫിക് ആയിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ പിത്തത്തിൻ്റെ ബന്ധമുള്ളതൊക്കെ ആണെങ്കിൽ ഈ സംഗതി ആ ഒരു ഇൻഫ്ലമേഷൻ അത് ഫ്ലെയർ അപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് മോര് തന്നെയാണ്. തൈര് എല്ലാ ദിവസവും ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി അഥവാ അത് ഉപയോഗിക്കേണ്ടതിന് തന്നെ അതിൻ്റെ കൂടെ പഞ്ചസാരയോ അല്ലെങ്കിൽ അല്പം നെയ്യ് ചേർത്തതിന് ശേഷമോ അതല്ലെങ്കിൽ ചെറുപയർ, നെല്ലിക്ക തുടങ്ങിയ സാധനങ്ങൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ വരുത്താവുന്ന പ്രയാസങ്ങളെ ഒഴിവാക്കും. ബേസിക്കായിട്ട് ഈ ഡൈജഷൻ തകരാറായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം തകരാറാവുമല്ലോ. അപ്പോൾ ഡൈജഷനെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് തൈര്. പക്ഷേ ഇപ്പം ഈ പ്രോബയോട്ടിക് അതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ധാരാളം ആൾക്കാർ അത് കൂടുതലായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വയറിനനുസരിച്ച് കഴിക്കാം. നമ്മൾ കഴിക്കുന്ന ആ ഒരു സാധനം തൽക്കാലത്തേക്ക് നമ്മളൊരാശ്വാസം കിട്ടി എന്ന് പറഞ്ഞ് അത് തുടരുന്നതിൽ അർത്ഥമുണ്ടോയെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടൊരു പെർമനൻറ്റ് ക്യൂറിലേക്ക് പോവുകയാണെങ്കിൽ തിരക്കില്ല. നിങ്ങളത് എല്ലാ ദിവസവും കഴിച്ചാലേ പോകുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൊല്യൂഷൻ അല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ആയുർവേദം പോലും പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ടൊരു മരുന്നിൻ്റെ എന്താ പറയുക അടിമയാവാനായിട്ട് നമ്മൾ പാടില്ല. അപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് കൊടുക്കാൻ പോലും അല്ല. കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ബ്രേക്ക് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. പക്ഷേ തിരിച്ചിങ്ങോട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ചില കണ്ടീഷനിൽ നമ്മൾ കുറച്ചായിട്ട് ഔഷധങ്ങൾ ചെറിയ രീതിയിൽ മാറ്റിയിട്ടൊക്കെ കൊടുക്കേണ്ടതായിട്ടും വരും, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ തൈരിനെയും നമ്മൾ സ്ഥിരമായിട്ട് എടുക്കാതെ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന പോലെ ആക്കുന്നതാണ് നല്ലതായിട്ടാണ് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത്.